പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ ഇന്ന് വന്നേക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊരു പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പ് ആണ് തയ്ക്കുന്നത്. ഞാനല്ല തയ്ക്കുന്നത്, കുഞ്ഞാണ് തയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ 4 മടക്കിയതിന് ശേഷം ലെങ്ത് എടുക്കുന്നത് 16 ഇഞ്ചാണ്. ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4 മടക്കിയിട്ട തുണിയാണ്, അത് 2 പീസാണ്. ബേക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് വെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ആം ഹോളാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ആം ഹോള് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുത്തതിന് ശേഷം മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ നിന്നും താഴേക്ക് പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെസ്റ്റ് പോർഷനിൽ എത്രയാണോ കറക്റ്റ് വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു കർവ് ഷേപ്പിൽ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെസ്റ്റ് പോർഷനിൽ 7 അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ഞാൻ തയ്യൽ തുമ്പിനായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും കൂടുതൽ തയ്യൽ തുമ്പ് ഇടാറുണ്ട്. കുട്ടികൾക്ക് തയ്ക്കുമ്പോൾ കുറച്ച് അധികം ഇടാറുണ്ട്. അവർ വലുതായി വരുന്നത് കൊണ്ട് നമുക്ക് പിന്നീട് അഴിച്ചിട്ട് ഉപയോഗിക്കാമല്ലോ. ഒരേ തയ്യലായിട്ട് അഴിച്ചിട്ട് ഉപയോഗിക്കാമെന്ന രീതിയിൽ ഞാൻ എപ്പോഴും കൂടുതൽ തയ്യൽ തുമ്പ് കൊടുക്കാറുണ്ട്. നമ്മൾ തയ്ച്ച് വരുമ്പോഴും അതനുസരിച്ച് ഇതിന് കുറവുകൾ സംഭവിക്കും, ലൈനിങ് ഇട്ട് തയ്ക്കുന്നതായതുകൊണ്ട്. അതിനുശേഷം ഞാൻ ബോഡി പാർട്ടെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാത്തിനും ഇതുപോലെ 2.5-3 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ട് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. ഫസ്റ്റ് പോർഷനിലേക്കാളും താഴോട്ടുള്ള പോർഷൻസ് അടയാളപ്പെടുത്തുമ്പോൾ, വേസ്റ്റ് റൗണ്ടൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ ഞാൻ 1 ഇഞ്ച് കുറച്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബേക്കും ഫ്രണ്ടും കൂടി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ബേക്ക് പോർഷനിൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് നമുക്ക് ആം ഹോളൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പോർഷൻ്റെ മാത്രം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അകത്തോട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നെക്ക് ഒന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല. ലൈനിങ്ങിൽ മെയിൻ ക്ലോത്തിൽ ഒന്നും നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാതെ ചെയ്യുമ്പോഴാണ് കുറച്ച് എളുപ്പമായിട്ട് കിട്ടുന്നത്. അതുപോലെ ഞാൻ ലൈനിങ് വെച്ചിട്ട് അതുപോലെ മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതുപോലെ ക്യാൻവാസിലാണ് ഞാൻ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലാതെ മെയിൻ ക്ലോത്തിലും ലൈനിങ്ങിലും ഒന്നും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്ക് നമ്മൾ ഇതുപോലെ ബേക്കും ഫ്രണ്ടും ഞാൻ ഇതുപോലെ ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബേക്കിലും കുറച്ച് മോഡലിലുള്ളൊരു നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻവാസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ലൈനിങ് ഇട്ട് അടിച്ച് മറിച്ചെടുക്കാറാണ് പതിവ്. ബേക്ക് പോർഷൻ ബേക്കിൽ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ക്യാൻവാസിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ വീതി എടുക്കുന്നത് 2.25 ഇഞ്ചാണ്. 2.25-2.5 എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന നെക്കാണ് കൊച്ചു പിള്ളേർക്ക് കുറച്ചും കൂടി നല്ലത്. ഇല്ലെങ്കിൽ ഷോൾഡർ ഇറങ്ങി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നെക്ക് ഒരുപാട് അകത്തി എടുക്കാറില്ല. 2.25-2.5 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ടിൽ കൊടുക്കുന്നത്. 4-4.5 കൊടുക്കാം. ബേക്കിൽ ഞാൻ 1 ഇഞ്ച് സാധാ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ആലിലെ മോഡലിൽ ഒരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ആലിലെ മോഡൽ 4.5 ഇഞ്ചിലാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ബേക്കിലെ ലെങ്ത് എടുത്തേക്കുന്നത് ടോട്ടൽ 5 ഇഞ്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇറക്കി കൊടുക്കാം. കുറച്ചും കൂടെ താത്തി നിങ്ങൾക്ക് ഈ ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെക്ക് ഇറക്കി കൊടുത്താൽ മതി. എനിക്ക് ഒരുപാട് ഇറങ്ങി നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത നെക്ക് ഞാൻ ലൈനിങ്ങിലല്ല വെച്ച് കൊടുക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലൊരു മെറ്റീരിയലിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വേറെ ലൈനിങ്ങിൻ്റെ പീസിലാണ് വെച്ച് കൊടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ ബാക്കി പീസിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്തിട്ട് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ തയ്യൽ തുമ്പ് അതിലോട്ട് വെച്ച് ആ ക്യാൻവാസിൽ വെച്ച് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വച്ചിട്ട് സെൻറ്ററിൽ കൂടി അടിച്ച് താഴോട്ട് എടുത്തതിന് ശേഷം ക്യാൻവാസിൽ കൊള്ളാതെ ഇതുപോലെ നെക്ക് അടിച്ച് മറിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട് പോർഷനിൽ ഒരു അബദ്ധം പറ്റി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ക്യാൻവാസ് വെച്ച ഈ പോർഷൻ ഏറ്റവും മുകളിലായിട്ടാണ് വെച്ചത്. നമ്മൾ ക്യാൻവാസ് വയ്ക്കുന്ന പോർഷൻ ഏറ്റവും മുകളിലായിട്ട് വയ്ക്കരുത്. ഞാൻ ഇത് വെച്ചതെന്ന് വെച്ചാൽ ആദ്യം നല്ല തുണി വെച്ചു, അതിൻ്റെ മീതെ ലൈനിങ് വെച്ചു, അതിൻ്റെ മീതെയാണ് ക്യാൻവാസ് വെച്ചത്
വച്ചടിച്ച് കൊടുത്തത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ബാക്ക് പോർഷനിൽ കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കൊച്ചുങ്ങൾക്ക് ചെയ്യുമ്പോൾ പ്രിൻസസ് മോഡൽ കട്ട് ചെയ്യാറില്ല. കട്ട് ചെയ്യാതെ ഇതുപോലെ അതിൻ്റെ അളവിന് വരച്ചെടുത്തതിന് ശേഷം അതിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ ഒരു ടക്കിട്ട് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. വലിയ ആൾക്കാരൊക്കെ ചെയ്യുമ്പോഴാണ് ഇതുപോലെ പ്രിൻസസ് കട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്ക് ഞാൻ ഇതുപോലെയാണ് അടിച്ചെടുക്കുന്നത്. നമ്മൾ പ്രിൻസസ് മോഡൽ ഉടുപ്പ് പോലെ തന്നെ കിട്ടും. രണ്ട് സൈഡിലും അതുപോലെ ടക്ക് ഇട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ടക്കൊക്കെ ഇട്ട് ഫുള്ള് അടിച്ച് തീർക്കണം. നെക്ക് നല്ലപോലെ പതിച്ചൊക്കെ അടിച്ചുകൊണ്ട് എടുക്കാനുള്ള ബാക്ക് പോർഷൻ എടുത്തിട്ട് ആദ്യം നമ്മുടെ മെയിൻ ക്ലോത്ത് വയ്ക്കുക. അതിൻ്റെ മീതെയാണ് നമ്മൾ ക്യാൻവാസ് വെച്ച ആ മെറ്റീരിയൽ വെച്ച് കൊടുക്കാനുള്ളത്. അതിന് ശേഷം വേണം ലൈനിങ് ഇടാനുള്ള. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് അടിച്ചെടുത്തിട്ട് നമുക്കിതുപോലെ നെക്ക് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ക്യാൻവാസ് ഏറ്റവും മുകളിലത്തെ, അതായത് അടിഭാഗത്ത് മുകളിലായിട്ട് തന്നെ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ പുറത്തു കൂടി ചെറുതായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ ബേക്ക് നെക്ക് കിട്ടേണ്ടത്. ബേക്ക് നെക്ക് ഇതുപോലെ അടിച്ച് മറിച്ചെടുത്തതിന് ശേഷം പതിച്ചടിക്കരുത്. പതിച്ചടിക്കാതെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം, ഫ്രണ്ടും ബേക്കും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തിട്ടതിന് ശേഷം ഫ്രണ്ട് ഇതുപോലെ വച്ചിട്ട് ബേക്കിലത്തെ പോർഷൻ്റെ ലൈനിങ്ങും ബേക്കിലത്തെ ഇതും കൂടെ വച്ച് ഇതുപോലെ ഞാൻ കാണിച്ചതുപോലെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പൊന്നും നമുക്ക് പുറമേ കാണത്തില്ല. നല്ല കവറായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ അടിച്ച് ലോക്കിട്ട് അടിച്ച് കൊടുക്കണം. ലോക്കിട്ട് 2 സ്റ്റിച്ച് അടിച്ച് കൊടുക്കുമ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും, കവറായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ക്യാൻവാസ് ബേക്കിൽ വരാനുള്ളത്. ഫ്രണ്ടിൽ ഞാൻ വച്ചപ്പോഴും മാറിപ്പോയതാണ്. പക്ഷേ വലിയ കുഴപ്പമില്ല. ഫ്രണ്ടിൽ കൂടി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തെളിഞ്ഞ് കാണത്തൊന്നുമില്ല. എന്നാലും നമ്മൾ വച്ചടിക്കുമ്പോൾ ക്യാൻവാസ് പ്രത്യേകം വച്ചടിക്കുമ്പോൾ അങ്ങനെ തന്നെ വച്ചടിക്കണം. അപ്പോൾ നമുക്ക് നല്ല ഇത് കൂടെ കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബേക്കിലെ കഴുത്ത് പതിച്ചടിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇത് പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. മറ്റേത് രാത്രിയാണ് ചെയ്ത് എടുത്തത്. പക്ഷേ രാത്രി ആയാലും പിറ്റേ ദിവസം ആയാലും നമ്മൾ മെറ്റീരിയലിൻ്റെ കറക്റ്റ് കളർ നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല. ഒരു ലൈറ്റ് ബ്ലൂ കളറൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. നല്ല പച്ച കളറാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. വീഡിയോയിൽ എങ്ങനെ നോക്കിയിട്ടും ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും ഒന്നും ആ കളർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒക്കെ ബേക്ക് പോർഷനിലും അടിച്ചെടുത്തതിന് ശേഷം സെൻറ്ററിൽ കൂടി കഴുത്തിൻ്റെ സെൻറ്ററിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് 2 പോർഷനിൽ ഹുക്ക് വയ്ക്കാനായിട്ട് പട്ട അടിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഹുക്കിനും ഒരു സൈഡ് അയ്യും വയ്ക്കാനായിട്ട് പട്ട അടിച്ചെടുത്തതിന് ശേഷം 2 ഭാഗത്തും ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ചോളം വരുന്ന ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബേക്ക് കഴുത്തിൽ ഇതുപോലെ 2 വള്ളി വെച്ച് കൊടുക്കണം കെട്ടാനായിട്ട്. അതാണ് അതിൻ്റെ മോഡൽ. അപ്പം ഞാൻ ഇതുപോലെയാണ് അതിൻ്റെ വള്ളി അടിച്ച് കൊടുത്തേക്കുന്നത്. ഒരു ഫ്ലവർ രീതിയിലാണ് എടുത്തേക്കുന്നത്. ആ വള്ളിയിൽ തുമ്പത്ത് വെച്ചേക്കുന്നത്. ആ ഫ്ലവർ മോഡലായിട്ട് കിട്ടാനായിട്ട് അതിന് സൂചി നൂലും വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് കറക്റ്റായിട്ട് ആ ഫ്ലവർ പോലെ അത് വരുന്നത്. അതിനുശേഷം ഞാൻ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും എടുത്തിട്ടില്ല. സ്ലീവ് വെച്ചേക്കുന്ന മുകൾ ഭാഗത്ത് മാത്രം ചെറിയൊരു പഫ് വരുന്ന രീതിയിലുള്ള സ്ലീവാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് മെറ്റീരിയൽ കുറച്ച് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വർക്കും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കിലും ബേക്ക് നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലും ആയിട്ട് കുറച്ച് സ്റ്റോൺ വർക്കും കുറച്ച് ലേസും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉടുപ്പിന്റെ ഫൈനൽ ലുക്ക് ആണ് കേട്ടോ. ഇത് നെക്ക് ഭാഗത്ത് ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്ലീവിൽ ഇതുപോലെ സ്റ്റോൺ വെച്ച് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉടുപ്പിന്റെ താഴ്ഭാഗത്തായിട്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ബേക്ക് ഭാഗമാണ് കേട്ടോ. കണ്ടോ, ഇതിന്റെ ബേക്ക് ഭാഗമാണ്. ഇവിടെ സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ ആലില പോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇവിടെ ചെറിയ ബോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ടക്കില് കണ്ടോ, ഇതൊരു ഫ്ലവർ മോഡലിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ തുമ്പത്ത് ഇതുപോലെ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഉടുപ്പിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ.